ശ്രീല, കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. അപ്പോൾ അതിന് CPM-ന്റെ വക പ്രതികരണവും വന്നിട്ടുണ്ട്. കൂട്ടിലടച്ച തത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പലരും പറയുന്നുണ്ടായിരുന്നു, സംസ്ഥാന സർക്കാരിന് ഈ അന്വേഷണം എങ്ങും എത്തിക്കരുതെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരിക്കലും അവർ CBI അന്വേഷണത്തെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നേരത്തെ തന്നെ പറയാം. അത് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ. എന്നാൽ അതിനുശേഷം ഇതുവരെ ഒരു അനക്കവും ഇല്ലാതെ തീർത്തും മന്ദഗതിക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗതി എന്ന് പറയേണ്ട അവസ്ഥയിലായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും പ്രാഥമികമായി കളക്ട് ചെയ്യേണ്ട യാതൊരു തെളിവുകളും അവർ തന്നെ ശേഖരിച്ചിട്ടുമില്ല, ചോദ്യം ചെയ്തിട്ടില്ല, മൊഴിയെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഉടനെ തന്നെ പെട്ടെന്ന് കളക്ടറെ വിളിച്ചിട്ട് അരുൺ കെ വിജയന്റെ അടുത്തിൽ നിന്നും മൊഴി ശേഖരിക്കുകയാണ്. ഈ ഒരു മൊഴിയെടുക്കൽ, പെട്ടെന്നുണ്ടായ ഒരു ബോധം, അത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ച ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് CBI അന്വേഷണത്തെ എങ്ങനെയും നിർത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെ ആയി വേണ്ടേ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും പ്രീത, ഈ വിഷയത്തിൽ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണത്തിലേക്ക് പോകരുത് എന്ന് CPM-ന്റെ വ്യഗ്രത കാണുമ്പോൾ തന്നെ ഇത് ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് അതൊരു ആത്മഹത്യ മാത്രമാണെങ്കിൽ അതിൽ പേടിക്കാനൊന്നുമില്ലെങ്കിൽ CPM ഇത്രയധികം വ്യഗ്രത പുലർത്തുന്നത്? ഇപ്പോ മഞ്ജുഷ കോടതിയിലേക്ക് പോയിരിക്കുന്നു. മഞ്ജുഷ പറയുന്നു അന്വേഷണ സംഘത്തെ വിശ്വാസമില്ല. അത് മാത്രമല്ല, കോടതിയിൽ മഞ്ജുഷ ചൂണ്ടിക്കാട്ടിയത്, അതായത് തലശ്ശേരി സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഒക്കെ ചൂണ്ടിക്കാട്ടിയത് അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട മൊഴിയുടെ വിശ്വാസ്യതയില്ലായ്മയാണ്. അരുൺ കെ വിജയൻ ആദ്യഘട്ടത്തിൽ പറയാത്ത പല കാര്യങ്ങളും, അതായത് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ പറയാത്ത പല കാര്യങ്ങളും പിന്നീട് കോടതിയിലേക്ക് വന്നപ്പോൾ പറയുന്നു. അതായത് തനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ ഇയാൾ കൈക്കൂലിക്കാരനല്ല എന്ന് പറഞ്ഞ അരുൺ കെ വിജയൻ പിന്നീട് മൊഴി മാറ്റി തനിക്ക് ഒരു തെറ്റുപറ്റി എന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെ മഞ്ജുഷ അത് മനസ്സിലാക്കുകയും മഞ്ജുഷ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കോൺട്രാഡിക്ഷൻ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന വാദവും അവർ മുന്നോട്ട് വെക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയനോട് എന്താണ് ഒരു കാര്യം പറഞ്ഞത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള മൊഴികളൊന്നും എടുത്തിട്ടില്ല എന്ന വാദം മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇന്ന് അതിൽ വ്യക്തത വരുത്തുന്നു എന്ന വ്യാജേന ഇപ്പോൾ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും എടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ CBI അന്വേഷണത്തെ ഭയക്കുന്നത് കൊണ്ട് 6-ാം തീയതി കോടതിയിലേക്ക് കേസന്വേഷണത്തിന് ഡയറി കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, കേസ് ഡയറി വിളിച്ചു വരുത്തിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ദിവ്യ മാത്രമാണ് ഒരു പ്രതി, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ദിവ്യ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഇവരുടെയൊക്കെ ഈ വ്യഗ്രത കാണുമ്പോൾ ദിവ്യയെ രക്ഷിക്കുക എന്നതിലുപരി CPM-ന് പോലും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചിലർ പറയുന്നുണ്ട് പാർട്ടിയെ ഇല്ലാതാക്കാനാണ്, വ്യക്തിയെ, അതായത് ദിവ്യയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, അഴിമതി ചൂണ്ടിക്കാട്ടിയിട്ടേ ഉള്ളൂ എന്നാണ്. ഇന്ന് വരെ ഈ ഉദ്യോഗസ്ഥനെ പറ്റി, നവീൻ ബാബുവിനെ പറ്റി ലോകത്തൊരാളും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. മാത്രവുമല്ല, റവന്യൂ വകുപ്പ് അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തുള്ള ആളാണ് നവീൻ ബാബു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഴിമതിക്കാരനാക്കി, ആദ്യം മുതൽ തന്നെ അഴിമതിക്കാരനാക്കി അദ്ദേഹത്തെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന ദിവ്യ ചില അസ്വാരസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്നും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകളെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. പിന്നീട് ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അന്ന് ദിവ്യ പാർട്ടിയെ കൃത്യമായി തന്നെ, പാർട്ടിയോട് താൻ രഹസ്യങ്ങൾ തുറന്നു പറയും എന്ന തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്നു. കാരണം അവർ മാത്രം ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി, അവരുടെ ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതൊക്കെ കൊണ്ടാണ് അവർ അത് പറയാൻ തുനിഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഇതൊരു മരണമാണോ എന്ന സംശയം, അതായത് ഈ മരണത്തിന്റെ ആദ്യ ദിവസം, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഞാൻ ചില ചാനൽ ചർച്ചകൾ പറഞ്ഞിരുന്നു, ഈ മരണം യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ എന്ന സംശയമുണ്ട്. കാരണം ഈ ബന്ധുക്കൾ ചെല്ലുന്നതിന് മുമ്പ് എന്തിനായിരുന്നു ഇത്ര വ്യഗ്രത CPM കാട്ടിയത്? എന്തിനായിരുന്നു? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 2 മണിക്കൂർ, 7:30 അറിഞ്ഞ പോലീസുകാർ 9:30 അവിടെ എത്തിയത്. ഇദ്ദേഹത്തിന്റെ ആ ഫ്ലാറ്റ് അടക്കം, ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമടക്കം, ആ ക്വാർട്ടേഴ്സ് അടക്കം ഒഴിപ്പിച്ച് ഈ ഡ്രസ്സ് അടക്കമുള്ളവ ഇവർ കൈപ്പറ്റിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്താൽ, സാധാരണ ഒരു ആത്മഹത്യ നടന്നാൽ പോലും അവിടെ സീൽ ചെയ്യുന്ന പതിവുണ്ട്. എന്താണ് ഒരു നടപടിക്രമവും പാലിക്കാതെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളില്ലാതെ ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി, ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ, മതപരമായ ചടങ്ങുകളെല്ലാം നടത്തി സംസ്കരിക്കാൻ
അദ്ദേഹത്തിന് അനുമതി കൊടുത്തു. നമ്മൾ കണ്ടതല്ലേ MM ലോറൻസിന്റെ ഒരു മരണത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതല്ലേ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ മതാചാര പ്രകാരം അടക്കാൻ അവർ കോടതിയിൽ പോയിട്ട് പോലും സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാണ് CPM ഇത്തരത്തിൽ സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോലും ഉണ്ടാവരുത്, വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടമോ തെളിവെടുപ്പോ ഒന്നും നടക്കരുത്. ഇനി സാധാരണഗതിയിൽ നോർമൽ പോസ്റ്റ്മോർട്ടം ആണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യം നമുക്ക് അതിലൂടെ അറിയാൻ കഴിയും. കാരണം ഹാങ് ചെയ്യുന്ന പൊസിഷൻ, ഹാങ്ങിങ്ങിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കഴുത്തിന്റെ പൊസിഷൻ ഹാങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എവിടെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതായത് ആരോപണ വിധേയനായ പ്രശാന്തൻ ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഏത് രീതിയിലാണ് സത്യം തെളിയേണ്ടത്? വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം വേറെ എവിടെയെങ്കിലും ചെയ്യാനോ വേറെ ഏതെങ്കിലും ഒരു സർജനെ കൊണ്ട്, ഫോറൻസിക് സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനുമുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാക്കിയില്ലേ? ഇവിടെ എങ്ങനെയാണ് CPM പറയുന്നത്? അത് മാത്രമല്ല, വളരെ കൃത്യമായി ഇതിലൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. മരിച്ച ഉടനോ അല്ലെങ്കിൽ മരിച്ചതിന് മുമ്പോ പോലും പ്ലാനിങ് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. കാരണം ഈ കൊലപാതകം, ഈ നവീൻ ബാബുവിന്റെ മരണം നടന്ന ഉടൻ തന്നെ ഇത് ആത്മഹത്യയാണോ എന്ന് പ്രചരിപ്പിച്ചു. ഒരു ദുരൂഹ മരണം എന്ന് പറയേണ്ടിടത്ത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയം തോന്നുന്ന മരണം. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു, അവിടെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയം ജനിപ്പിക്കേണ്ടത് ഇടത്ത് അവിടെ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങളെ അറിയിച്ചത് എന്താണ്? മാധ്യമങ്ങൾ അറിഞ്ഞത് എന്താണ്? ഇതൊരു ആത്മഹത്യയാണ് എന്നാണ്. അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങൾ നോക്കുമ്പോഴും ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം CPM നടത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് CPM മുന്നോട്ട് പോയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, ഈ സംഭവം നടന്ന ഉടൻ രണ്ടഭിപ്രായം രൂപീകരിക്കപ്പെടുകയാണ്. കണ്ണൂരിലെ CPM അവിടെ നിലനിൽക്കുമ്പോഴും പത്തനംതിട്ടയിലെ CPM ദിവ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. ഇതിലെ യഥാർത്ഥ വിഷയങ്ങൾ പുറത്തു വരണമെന്ന് പറയുന്നു. അവരോടൊപ്പം കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയാണ് പത്തനംതിട്ടയിലെ CPM? പത്തനംതിട്ടയിലെ CPM ആരുടെ കൂടെയാണ്? എവിടെ പോയി? മഞ്ജുഷയ്ക്ക് അങ്ങനൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ CPM-ലെ എല്ലാ നേതാക്കന്മാരും പറയുന്നത് മഞ്ജുഷയുടെ കൂടെയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മഞ്ജുഷയുടെ കൂടെയാണെങ്കിൽ തീർച്ചയായും ഒരു CBI അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന് പറയണം. എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ ഇവർ ഭയക്കുന്നത്? കൂട്ടിലടച്ച തത്തയാണെന്ന് പറയുന്ന കേരള പോലീസ് CPM-ന്റെ കൂട്ടിലടച്ച തത്തയല്ലേ? പിന്നെ എങ്ങനെയാണ് ഇതൊരു കൂട്ടിലടച്ച തത്തയാണ് അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്ന ഒറ്റ വാചകം കൊണ്ട് പറയുന്നത്? എങ്ങനെയാണ് അതിനെ എതിർക്കാൻ കഴിയുക? അവർക്ക് വിശ്വാസമുള്ള, അതായത് ഈ മഞ്ജുഷയ്ക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസി, ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതേ. നിങ്ങൾ മഞ്ജുഷയോടൊപ്പമാണെങ്കിൽ, കേരളത്തിലെ CPM മഞ്ജുഷയോടൊപ്പമാണെങ്കിൽ, നവീൻ ബാബുവിന്റെ മരണത്തിൽ മഞ്ജുഷയ്ക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായും മറ്റൊരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകണം. കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണങ്ങളുണ്ട്. ക്രൈംബ്രാഞ്ചിൽ വരുന്ന പോലീസുകാർ എവിടെ നിന്ന് വരുന്നവരാ? എല്ലാവരെയും പല സ്ഥലങ്ങളിൽ നിന്നും പല ഇതിന്റെ ഭാഗമായി, ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ സ്ഥലം മാറ്റുന്ന സ്ഥലമാണ് ക്രൈംബ്രാഞ്ച്. ഈ ക്രൈംബ്രാഞ്ച് 90% പേരും അങ്ങനെയാണ് വരുന്നത്. ക്രൈംബ്രാഞ്ച് നല്ല ഉദ്യോഗസ്ഥരില്ല എന്നല്ല, 90% പേരും വരുന്നത് അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള ഈ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് എങ്ങനെയാ തെളിയിക്കുക? ഇവിടെ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ, ഇപ്പൊ അരുൺ കെ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, SIT നിഷ്ക്രിയമാണെന്ന മഞ്ജുഷയുടെ വാദം ഇല്ലാതാക്കാൻ, വീണ്ടും അന്വേഷണം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ, ഞങ്ങൾ സത്യസന്ധമായി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3-4 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും ഒക്കെ തയ്യാറാക്കിയ CPM അല്ലെങ്കിൽ CPM ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ ഉണ്ടാക്കാൻ 10-15 ദിവസം താമസിച്ചത്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ കാര്യങ്ങൾ? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാലത്തും നീതി കിട്ടാൻ പോകുന്നില്ല നവീൻ ബാബുവിന് എന്നുള്ളതാണ്. മഞ്ജുഷയ്ക്ക് നഷ്ടപ്പെട്ടത് മഞ്ജുഷയുടെ കുടുംബത്തിലെ, മഞ്ജുഷയുടെ ഭർത്താവിനെയാണ്, കുട്ടികൾക്ക് അച്ഛനെയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം. അതിനുള്ള തടയിടാനാണ് ഇപ്പോൾ പുതിയ തന്ത്രങ്ങളുമായി CPM വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.